സംസ്കൃത വൃത്തങ്ങളിലും മറ്റും എത്തരത്തിലാണ് ഗണം തിരിക്കുന്നത് എന്നതിനെ പറ്റിയിട്ടാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. വൃത്തശാസ്ത്രപ്രകാരം സ്വരങ്ങളെ മാത്രമേ അക്ഷരമായി ഗണിക്കാറുള്ളൂ. സ്വരം കൂടാതെ തനിയെ നിൽക്കുന്ന വ്യഞ്ജനത്തെ എണ്ണത്തിൽ ഉൾപ്പെടുത്താറില്ല. വ്യഞ്ജനങ്ങളെല്ലാം മുൻപിലോ പിൻപിലോ ഉള്ള സ്വരത്തിൻ്റെ ഭാഗമായിട്ടാണ് കണക്കാക്കുന്നത്. അക്ഷരങ്ങൾ രണ്ടു വിധത്തിലാണുള്ളത്: ഹ്രസ്വവും ദീർഘവും. ഹ്രസ്വ അക്ഷരങ്ങളെ ലഘുവായും ദീർഘ അക്ഷരങ്ങളെ ഗുരുവായും കണക്കാക്കുന്നു. ഹ്രസ്വാക്ഷരങ്ങൾക്കും ദീർഘ അക്ഷരങ്ങൾക്കും ചിഹ്നങ്ങളും കൽപ്പിച്ചിട്ടുണ്ട്. ശ്ലോകങ്ങളിൽ തന്നെ ഗണം തിരിക്കുന്ന സമയത്ത് ചില ഹ്രസ്വാക്ഷരങ്ങൾ ദീർഘമായി മാറാറുണ്ട്. അതായത് അനുസ്വാരം, വിസർഗം, തീവ്രയത്നം വേണ്ട ചില്ലക്ഷരം, കൂട്ടക്ഷരം ഇവ ഏതെങ്കിലും ഹ്രസ്വത്തിൻ്റെ പിൻപിൽ വന്നാൽ ഈ ഹ്രസ്വങ്ങൾ ദീർഘമായി മാറും എന്നൊരു നിയമവും വൃത്തശാസ്ത്രത്തിലുണ്ട്. ഉദാഹരണത്തിന് കമല എന്ന പദത്തിൽ ക, മ, ല എന്നീ 3 അക്ഷരങ്ങളും ഹ്രസ്വങ്ങളാണ്. അതേസമയം കമലം എന്ന പദം പരിശോധിച്ചാൽ ല കഴിഞ്ഞൊരു അനുസ്വാരം വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഹ്രസ്വമായ ല, അതായത് ലഘുവായ ല ദീർഘമായി മാറുന്നു, ഗുരുവായി മാറുന്നു. വിസർഗങ്ങളുടെയും തീവ്രയത്നം ആവശ്യപ്പെടുന്ന ചില്ലിൻ്റെയും കൂട്ടക്ഷരത്തിൻ്റെയും മുന്നിൽ ഒരു ഹ്രസ്വാക്ഷരം വന്നാലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ഉദാഹരണത്തിന് മലർമാല എന്നതിൽ ലഘുപ്രയത്നമുള്ള ചില്ലാണ് വന്നിരിക്കുന്നത്. ചില്ലിൻ്റെ മുന്നിലുള്ള ആദ്യത്തെ ല ലഘുവാണ്. അതേസമയം മലർപ്പൊടി എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള ചില്ലക്ഷരത്തിന് തീവ്രയത്നം ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഇവിടെ ലഘുവായിട്ടുള്ള ല ഗുരുവായി മാറുന്നു. ഇതുകൂടാതെ നൽകിയിട്ടുള്ള ഒരു പദ്യത്തിൻ്റെ അവസാനത്തിൽ വരുന്ന അക്ഷരം ഹ്രസ്വ ലഘുവായും ഗുരുവായും ഇച്ഛ പോലെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. വൃത്തശാസ്ത്രത്തിൽ മനസ്സിലാക്കാനും വേണ്ടി, അതായത് സൗകര്യത്തിനു വേണ്ടി ഗുരുവിനെ ഗ എന്ന അക്ഷരം കൊണ്ടും ലഘുവിനെ ല എന്ന അക്ഷരം കൊണ്ടുമാണ് സൂചിപ്പിക്കുന്നത്. അതുകൂടാതെ ഒരു ചെറിയ വര, നേർവര ഗുരുവിനും ചന്ദ്രക്കല അതായത് വളഞ്ഞ വര ലഘുവിനെയും അടയാളമായി സൂചിപ്പിക്കുന്നു. ഒരു ശ്ലോകം ലഭിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വൃത്തം നിർണ്ണയിക്കുന്നതിന് വേണ്ടി ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അവയെ 3 അക്ഷരങ്ങൾ വീതമുള്ള കൂട്ടമാക്കി മാറ്റുക എന്നതാണ്. നേരത്തെ പറഞ്ഞൊരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് സ്വരസഹായത്തോടെ നിൽക്കുന്ന വ്യഞ്ജനങ്ങളെയും സ്വരങ്ങളെയും മാത്രമേ അക്ഷരങ്ങളായി കണക്കാക്കുന്നുള്ളൂ. ചില്ലക്ഷരങ്ങളോ ചന്ദ്രക്കല വരുന്ന വ്യഞ്ജനങ്ങളോ ഇവിടെ അക്ഷരമായി കണക്കാക്കുന്നതല്ല. കൂട്ടക്ഷരങ്ങളെയും ഒറ്റ അക്ഷരമായിട്ടാണ് കണക്കാക്കുന്നത്. 3 വീതമുള്ള അക്ഷരക്കൂട്ടങ്ങളിൽ, അതായത് ഓരോ ഗണങ്ങൾക്കും ലഘുവിൻ്റെയും ഗുരുവിൻ്റെയും സ്ഥാനമനുസരിച്ച് പേരുകൾ നൽകിയിട്ടുണ്ട്. ആദിമധ്യാന്ത വർണ്ണങ്ങൾ ലഘുക്കൾ യരതങ്ങളിൽ, ഗുരുക്കൾ ഭജസങ്ങൾക്ക്, മനങ്ങൾ ഗലമാത്രമാം. അതായത് ആദ്യത്തിൽ ലഘു വന്നു കഴിഞ്ഞാൽ അത് യഗണം, മധ്യത്തിലാണ് ലഘുവെങ്കിൽ രഗണം, അന്ത്യത്തിലാണ് ലഘുവെങ്കിൽ തഗണം. അതേപോലെ ആദ്യത്തിലാണ് ഗുരുവിൻ്റെ സ്ഥാനമെങ്കിൽ അത് ഭഗണം, മധ്യത്തിലാണെങ്കിൽ ജഗണം, അന്ത്യത്തിലാണെങ്കിൽ സഗണം. 3 ഗുരുവാണെങ്കിൽ മഗണം, 3 ലഘുവാണെങ്കിൽ നഗണം. നമുക്കൊരു ശ്ലോകം കിട്ടിയാൽ അല്ലെങ്കിൽ ഒരു 4 വരി കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് 3 അക്ഷരങ്ങൾ വീതമുള്ള ഗണങ്ങളാക്കി തിരിക്കുക. ഓരോ അക്ഷരത്തിൻ്റെ മുകളിലും ലഘു ഗുരു എന്ന് വേർതിരിക്കുന്ന ചിഹ്നങ്ങൾ ചേർക്കുക. ആ ഗണങ്ങളുടെ പേരുകൾ അതിനനുസൃതമായി എഴുതി വെക്കുക. ഈ ഗണങ്ങളുടെ കൂട്ടം അല്ലെങ്കിൽ ഇതിൻ്റെ വ്യവസ്ഥ അനുസരിച്ചിട്ടാണ് ഓരോ വൃത്തവും ഏതാണ് എന്ന് മനസ്സിലാക്കുന്നത്. ഉദാഹരണത്തിനായി ഒരു കവിതാശകലം ഗണം തിരിച്ച് എഴുതിയിരിക്കുന്നു.